നിന്നെയാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. നീ ചുണയുള്ളവനാണെങ്കിൽ എന്നെ ഒന്ന് ഓടി തോൽപ്പിക്ക്. എന്നിട്ട് ഞാൻ പറയാം നീ സിവിൽ സർവീസിന് പോണോ വേണ്ടയോ. ശരി, ഞാൻ നിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് ഓടി നോക്കാം. ആരാദ്യം വീട്ടിലെത്തുന്നു നമുക്ക്. ഞാൻ റെഡിയാ. എന്നാ തുടങ്ങാം. 1 2 3 4. എടാ പൊട്ട, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. പൊട്ടൻ ആരാണെന്ന് നിനക്ക് പിന്നെ മനസ്സിലായിക്കോളൂ. പിന്നെ പോടി. നീ എന്താടി പറഞ്ഞേ? എനിക്ക് സ്റ്റാമിന ഇല്ലെന്നാ? ഇപ്പൊ എന്ത് പറയുന്നത്? എന്നെ തോപ്പിക്കണം നിന്നെ പറ്റൂലടി. നീ കൂടുതൽ ഷോ ഒന്നും കാണിക്കണ്ട. നീ കള്ളത്തരം കാണിച്ചിട്ടില്ലേ ജയിച്ചേ? എന്തുവാടാ ഇതെന്താ ഓട്ടോ മത്സരോ? എടാ ജോഗിങ് നടത്തുന്നത് ഇങ്ങനെയാണോടാ? എങ്ങനെയായാലും എന്താ ഓടിയാ പോരെ? പോരല്ലോ, എല്ലാത്തിനും നിയമങ്ങളും മര്യാദകളും ഉണ്ട്. എനിക്കതൊന്നും ബാധകമല്ല. നീ ഇനി എന്ത് പറഞ്ഞാലും എന്താ രാവിലെ ഇവിടെ ഒരു കലപില? അത് ഇവള് എന്നോടൊന്ന് മത്സരിച്ച് ഓടിയതാ. എന്നിട്ട് ആര് ജയിച്ചു? അത് പ്രത്യേകം പറയണോ? മുത്തശ്ശേരി കൊച്ചുമകൻ ജയിച്ചു. ഇയാള് ജയിച്ചത് എങ്ങനെയാ? കള്ളത്തരം കാണിച്ചിട്ടല്ലേടോ? എന്റെ മുത്തശ്ശി ഇവൻ ഭൂലോക കള്ളനാ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ലച്ചു എടി കൂടുതൽ കളിക്കല്ലേ. നീ മര്യാദ കൊടുക്കണ്ടല്ലേ? കള്ളത്തരം കാണിച്ചില്ലെന്ന് പറ. ചോദിക്കും മുത്തശ്ശിയോട്. കള്ളത്തരല്ലേ നീ കാണിച്ചേ? ദൈവമേ, ഞാൻ എന്തായി കാണുന്നേ? ഓ, ലച്ചുമോളുടെയും ആദിമോന്റെയും പ്രണയസല്ലാപത്തിന് മുത്തശ്ശി കാവൽ നിൽക്കുന്നു. ഈശ്വരാ, ഈ ദൃശ്യം കൺകുളിർക്ക് കാണാൻ ആമിമോൾക്ക് യോഗം ഉണ്ടായില്ലല്ലോ. ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുവാ? ആമിമോളെ, നോക്കിക്കൊടന്നിന് ഞാൻ. അയ്യോ, മോൾ ഇവിടെ വന്നിക്കുവാണോ? ഒന്ന് വേഗം വാ, അവിടെ ഉണ്ട് ആനെ പറ്റി കിടക്കണം. ഓ, മോൾക്ക് ഇതെന്ത് പറ്റി? ആ സുജാതനുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? എന്റെ മോളെ, ആ പ്രശ്നത്തിലൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്കിനി സമയമുണ്ട്. ഇങ്ങോട്ട് നോക്ക്, നമ്മൾ ആദ്യം ഓങ്ങി വെച്ച സംഭവം പുറത്ത് വിജയക്കൂടി പാറിക്കുന്നു. സംഗതി എന്താന്ന് വെച്ചാൽ ചേച്ചി ഒന്ന് തുറന്നു പറ. മോളെ, മുത്തശ്ശിയുടെ മേൽനോട്ടത്തിൽ അപ്പുറത്ത് ആദ്യം ലച്ചുവും തമ്മിലുള്ള പ്രേമം കത്തിക്കയറുന്നു. നടക്കുന്ന കാര്യമെല്ലാം പറയേച്ചി. നടക്കുന്ന കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് നോക്ക്. എനിക്ക് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതാ പണ്ടുള്ളവര് പറയുന്നത്, ആലിങ്ക പഴുക്കുമ്പോ കാക്കയുടെ വയൽപ്പുണ്ണെന്ന്. കാണണ്ടെങ്കിൽ കാണണ്ട. ഇത് കേട്ടാ തോന്നി എനിക്കാ വലിയ അത്യാവശ്യമെന്ന്. ഇനി ആ SI സുജാത വരുമ്പോ ആവശ്യം വരുമല്ലോ. അപ്പൊ ഇങ്ങ വാ, എന്റെ ഗോമതി ചേച്ചി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തരാം. ഞാൻ കുന്തം കാണിച്ചു തരും. അല്ല മുത്തശ്ശി, പൂജ എവിടെ? അവളകത്തുണ്ടാ. പിന്നെ മത്സരം തീർന്നു നീ വിചാരിക്കണ്ട കേട്ടോ മോനെ. നാളെ വാ, ഞാൻ ശരിയാക്കി തരാം നിനക്ക്. മതി മതി. നിന്റെ കള്ളത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. നീ കളിക്കല്ലേ? ഞാൻ അടി.